അതായത് കോൺഗ്രസ് എന്തെല്ലാം കേരളത്തിൽ ജയിച്ചിട്ടുണ്ടോ അത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങളൊന്നുമല്ല. അതായത് എന്നെല്ലാം CPM-കാർ എന്തെങ്കിലും കൊള്ളരായ്മ കാണിക്കുമോ, CPM ഭരണത്തെ ജനങ്ങൾ വെറുക്കുന്നുവോ, അതിനുശേഷം വരുന്ന ഇലക്ഷനിലാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം, അതായത് 2020 ജനുവരി മുതൽ ഇപ്പോൾ ഇന്ന് വരെ എന്തെങ്കിലും അഴിമതി ഈ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ഞാനോ കാണിക്കുന്ന ആരെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ മത്സരരംഗത്തും മാറാം, എൻ്റെ പൊളിറ്റിക്കൽ ഞാൻ അവസാനിപ്പിച്ചിരിക്കുക, ഞാൻ വെല്ലുവിളിക്കുക. പിന്നെ ഈ നിരന്തരമായി ജയിച്ചു വരുന്നതുകൊണ്ട് സ്വാഭാവികമായി ഒരു പ്രവർത്തകർക്കും പാർട്ടിക്കാർക്കും മറ്റു പാർട്ടിക്കാർക്കൊക്കെ ചെറിയൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കുശുമ്പും ഒരു ജലസിയൊക്കെ ഉണ്ടല്ലോ. ഇവൻ തന്നെ എപ്പോഴും ജയിച്ചു വരുന്നൊക്കെ പറഞ്ഞു ഞാൻ മാത്രം മതി, ഞാനാണ് കോൺഗ്രസ്, എനിക്ക് ശേഷം കോൺഗ്രസ് ഇല്ല എന്നുള്ള ആവശ്യം നടത്തുന്ന ചില നേതാക്കന്മാരുണ്ട്. അവരുടെ ഇതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ എന്നാ പറയുക പടവലങ്ങ പോലെ താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ എന്തെങ്കിലും അഴിമതി കാട്ടി ഞങ്ങൾ തെളിവ് തരട്ടെ. ഈ പറഞ്ഞ കല്ലറ ഗ്രൂപ്പിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാരും അല്ലാതെ പുറത്തുനിന്ന് കളിക്കുന്ന ആൾക്കാരൊക്കെ അവരെന്തെങ്കിലും തെളിവ് തരട്ടെ. തെളിവ് തരുവാണെങ്കിൽ ഞാനെൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല, ഇനി കൊടുത്താലും ഞാനത് പിൻവലിക്കാം. തെളിവ് വേണം. ചുമ്മാ കിടന്നുകൊണ്ട് ആരോപണം ഉന്നയിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്തായാലും ഞങ്ങൾക്കറിയാം കല്ലറ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ അടുത്ത് പോയി നമ്മൾ പേരെന്താണ് എന്നുള്ള ചോദിക്കുന്നതിൽ ഇവിടെ പ്രസക്തിയില്ലെന്നറിയാം. അപ്പോൾ എന്തായാലും ചോദിക്കാനുള്ളത് ഇപ്പോഴും വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു. ഏത് വാർഡിലേക്കാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ എൻ്റെ വീട് ഉൾപ്പെടുന്ന കല്ലറ പുത്തമ്പള്ളി ഭാഗം 3-ാം വാർഡ്. 3-ാം വാർഡിലാണ് ഞാനിപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. നേരത്തെ ഏത് വാർഡിലായിരുന്നു നിന്ന് മത്സരിച്ചത്? ഞാൻ 2005-ലാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അത് ഈ വാർഡിൽ തന്നെയാണ്. അന്ന് ഞാൻ 118 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അന്ന് കല്ലറ പഞ്ചായത്തിലെ ഇലക്ഷനിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമേ ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഞാനായിരുന്നു. ബാക്കിയുള്ള വാർഡിലൊക്കെ ഒരു കേരള കോൺഗ്രസ്, ഒരു BJP, ബാക്കി LDF ഭരണമായിരുന്നു. പിന്നെ 2010-15 കാലഘട്ടത്തിൽ ഞാൻ 2-ാം വാർഡിൽ മുണ്ടാർ ഏരിയയും കുറച്ച് കരഭൂമിയൊക്കെ ഇവിടെയുണ്ട് ആ വാർഡിൽ നിന്ന്. അതൊരു CPM ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ 102 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. 2010-15 കാലഘട്ടം. 15-20 കാലഘട്ടത്തിൽ വീണ്ടും ഇവിടെ നിന്ന് മത്സരിച്ചു. ഇവിടെ നിന്ന് 288 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പിന്നെ 20-25 കാലഘട്ടത്തിൽ വീണ്ടും 2-ാം വാർഡിൽ നിന്നു. അവിടെ നിന്ന് ഏതാണ്ട് 214 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചു. ഇതിനിടയ്ക്ക് 2012 മുതൽ 14 ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് പ്രസിഡൻ്റ് ആകാനുള്ള അവസരം കിട്ടി, 2.5 വർഷത്തോളം. അത് കഴിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പിന്നെ 3-3.5 വർഷം വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ 20 വർഷം കൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫുൾഫിൽഡ് ആയിട്ടുള്ള 5 വർഷം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ലഭിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എനിക്ക് സീറ്റ് തന്നില്ല. അപ്പം പാർട്ടിയുടെ അന്നത്തെ ജാതി അടിസ്ഥാനത്തിലുള്ള സീറ്റ് വിഭജനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. വിജയസാധ്യത അവർ നോക്കിയില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ജാതി അടിസ്ഥാനത്തിൽ വന്നപ്പോൾ എനിക്ക് സീറ്റ് തരാൻ അവർക്ക് ബുദ്ധിമുട്ടായി. പിന്നെ ഈ നിരന്തരമായി ജയിച്ചു വരുന്നതുകൊണ്ട് സ്വാഭാവികമായി ഒരു പ്രവർത്തകർക്കും പാർട്ടിക്കാർക്കും മറ്റു പാർട്ടിക്കാർക്കൊക്കെ ചെറിയൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കുശുമ്പും ഒരു ജലസിയൊക്കെ ഉണ്ടല്ലോ. ഇവൻ തന്നെ എപ്പോഴും ജയിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർട്ടി എനിക്ക് തന്നില്ല. ഞാനവിടെ 2-ാം വാർഡിൽ സ്വതന്ത്രനായിട്ട് നിന്നു. ഞാൻ ജയിച്ചു. 3-ാം വാർഡിൽ പാർട്ടി സീറ്റ് കോൺഗ്രസിന് കൊടുക്കാമെന്ന് പറഞ്ഞ ലേഡിക്ക് കൊടുത്തില്ല. അവസാനം പുള്ളിക്കാരത്തിയെ ഞാനാണ് നിർത്തിയത്. ഞാൻ പറഞ്ഞു സ്വതന്ത്രമായിട്ട് നിന്നുള്ളൂ. എനിക്ക് ഈ മേഖലയിൽ കുറച്ച് സ്വാധീനം കൂടുതലുള്ള കാരണം പുള്ളിക്കാരത്തിയും ജയിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ പോയി. LDF-ലാണെങ്കിൽ 2 CPM, 2 CPI, ഒരു കേരള കോൺഗ്രസ് മാണി. കോൺഗ്രസ്സിലാണെങ്കിൽ 2 കോൺഗ്രസ്സുകാരും ഒരു ജോസഫ് ഗ്രൂപ്പിൻ്റെ എടുക്കുന്നു. 3 വനിതകളാണ്, 3 പേര് ജയിച്ചു. അപ്പോൾ അവർക്ക് 7 സീറ്റിലേക്ക് വരാൻ പാടാം. BJP ആണെങ്കിൽ അവർ 3 സീറ്റിൽ ജയിച്ചു. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ വന്നു പഞ്ചായത്തിൽ. അപ്പം നിയമസഭയിൽ ഒരു ഇങ്ങനെ തുല്യം വരുവാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ 2ാമത് ഇലക്ഷൻ നടത്തുക, ഒരാൾ രാജിവെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ പഞ്ചായത്തിൽ അങ്ങനെ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം വേണം, അല്ലെങ്കിൽ അവർ സ്വമേധ്യ രാജിവെച്ച് പോകണം. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിലൊരു അരക്ഷിതാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി എന്നും ബഹളം ഒച്ചപ്പാടുമായിരിക്കും, ഭൂരിപക്ഷം ആർക്കും ഇല്ല. അങ്ങനെ വരുമ്പോൾ അതൊരു പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കും, ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ LDF-ൻ്റെ നേതാക്കന്മാർ എന്നോട്
പ്രസിഡൻ്റ് ആവുമെന്ന് ചോദിച്ചു. ഞാനാകാമെന്ന് പറഞ്ഞു. അങ്ങനെ LDFിൻ്റെ പിന്തുണയോട് കൂടി ഞാൻ പ്രസിഡൻ്റായി. സ്വതന്ത്രനായിട്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത്. പക്ഷേ LDFിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായപ്പോൾ 7 സീറ്റായി. അങ്ങനെ എനിക്ക് 5 വർഷവും പ്രസിഡൻ്റായിരിക്കാനുള്ള അവസരം തന്നത് LDF. അപ്പം ആ 5 വർഷം ഞാൻ പ്രസിഡൻ്റായിട്ട് നിന്നു. ഇപ്രാവശ്യം ഞാനൊരു പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ല. കോൺഗ്രസ്സിലായിരുന്നു ആകെ എടുത്തിരുന്ന അംഗത്വം. അതവർ എനിക്കിതുവരെയും പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു നോട്ടീസോ അല്ലെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്തെന്നുള്ള നോട്ടീസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സാധാരണ നമ്മളൊരു പാർട്ടി അംഗത്തെ നേതൃത്വം അവർ രാജിവെക്കുകയോ അല്ലെങ്കിൽ റിസൈൻ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ദെൻ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ രജിസ്റ്റേർഡായിട്ട് കത്തൊക്കെ വരേണ്ടത്. അങ്ങനെയുള്ള യാതൊരു കത്തും എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ വളഞ്ഞ വഴിയിലൂടെ ചെന്ന് അവിടെ ചെന്ന് എന്നെ 6 വർഷത്തിന് സസ്പെൻഡ് ചെയ്തിരിക്കാൻ ഒരു ലെറ്റർ മേടിച്ച് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെയെല്ലാം ഒട്ടിച്ചു വെച്ചു. അതാണ് സംഭവം. ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല. എന്നെ 6 വർഷത്തിന് സസ്പെൻഡ് ആയിട്ടുള്ള നിയമപരമായ ഒരു ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുമില്ല. എന്നിരുന്നാലും അവിടെ കൈപ്പത്തിച്ചിന് വേറൊരാൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഞാനൊന്ന് സ്വതന്ത്രം നിൽക്കുകയത്. ഈ പ്രാവശ്യം എനിക്ക് വീണ്ടും സ്വതന്ത്രനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പാർട്ടി അങ്ങോട്ട് എടുത്തിട്ടില്ല. ഈ സ്വതന്ത്രനായിട്ട് നിൽക്കും. എന്നാലും ഉള്ളുകൊണ്ട് ഏത് പാർട്ടിയിലാണ് കൂടുതലും വിശ്വസിക്കുന്നത്? ഇപ്പോൾ LDF ആണെങ്കിലും ഞാൻ സ്വതന്ത്രനാകുമ്പോൾ എനിക്ക് എല്ലാ പാർട്ടിയിലും അക്കാര്യം ആവശ്യമുണ്ട്. എല്ലാ പാർട്ടിയുടെ വോട്ട് എനിക്ക് വേണം. തുടക്കത്തിൽ നമ്മൾ കോൺഗ്രസിലാണ് നിന്നിരുന്നത്. അതിനുശേഷം പിന്നീട് LDFിലേക്ക് വന്നു. അപ്പോൾ എല്ലാ പാർട്ടികളും നമ്മൾ അറിഞ്ഞു എന്താണ് അവരുടെ പ്രവർത്തനം എന്താണെന്നൊക്കെ അറിഞ്ഞു. അപ്പം ഇതിനകത്ത് നോക്കിയിട്ട് ഏത് പാർട്ടിയിൽ നിന്നിട്ടാണ് ഏത് പാർട്ടിയുടെ ഭരണമാണ് നല്ലതെന്നാണ് തോന്നുന്നത്? അല്ല, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം ഞാനല്ലേ ഭരിച്ചത് LDFിൻ്റെ പിന്തുണയോടുകൂടി. അപ്പം എൻ്റെ ഭരണത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും അവർ നടത്തിയിട്ടില്ല. അവരെന്നെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ 20 വർഷത്തെ എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുണ്ടല്ലോ. ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്ക് പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ എനിക്ക് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയും ഒരുപാട് പാർട്ടി നേതാക്കന്മാരെയൊക്കെ പരിചയമൊക്കെ ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റുമെന്ന് അവർ വിചാരിച്ചു. അത് ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ LDF ആണ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് ചെയ്തെങ്കിലും എനിക്കിപ്പോൾ എല്ലാ പാർട്ടിയും ഒരുപോലെയാണ്. അതായത് എൻ്റെ മാതൃ പാർട്ടി ഞാൻ KSUവിൽ ഇവിടെ കല്ലറ NSS സ്കൂളിൽ നിന്ന് ഞാൻ ലീഡറായിട്ട് ജയിച്ചിട്ടുണ്ട്. KSUവിൽ നിന്ന് കുറവങ്ങാട് ദേവമാതാ സ്കൂളിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ക്ലറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വെച്ച് ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്നു. BA പൊളിറ്റിക്കൽ സയൻസ് പാസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ 20 വർഷം അവിടെ ജോലി ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനത് എൻ്റെ പഴയ പാർട്ടിയിലേക്ക് ചേർന്നു. അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു. പാർട്ടി എനിക്ക് സീറ്റ് തന്നു. 2005 ഞാൻ മത്സരിച്ചു, ജയിച്ചു. 2010 പാർട്ടിയിൽ ചില ആൾക്കാർ കുതികാലൊക്കെ വെട്ടിയെങ്കിലും അവസാനം എനിക്ക് തന്നെ സീറ്റ് കിട്ടി. ഞാൻ മത്സരിച്ച് ജയിച്ചു. 3ാമത്തെ പ്രാവശ്യം പാർട്ടിക്ക് വരെ നിർവാഹമില്ലായിരുന്നു, ആരുമില്ല. അതുകൊണ്ട് 3ാമത്തെ പ്രാവശ്യവും ഞാൻ പാർട്ടി ടിക്കറ്റിൽ ജയിച്ചു. 4ാമത്തെ പ്രാവശ്യമാണ് അവർ എന്നെ മാറ്റി നിർത്തിയത്. ജാതി അടിസ്ഥാനത്തിൽ അവർ 3 സീറ്റാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഒന്ന് ഈഴവൻ നിൽക്കണം, ഒന്ന് ക്രിസ്ത്യാനി നിൽക്കണം, ഒന്ന് നായർ നിൽക്കണം. മതേതര പാർട്ടിയാണെന്ന് ഓർത്തോണം. വിജയസാധ്യയാണെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞെങ്കിലും അതൊന്നും നോക്കാതെ അവർ അവരുടേതായ രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തി നിന്നു. അതിനെതിരെ ഞാൻ നിന്നു. അങ്ങനെയാണ്. പിന്നെ എനിക്കിപ്പോൾ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരുടെ വോട്ട് ഞാൻ സ്വീകരിക്കും. ഒരു പാർട്ടിക്കാരുടെ വോട്ട് ഞാൻ വേണ്ടെന്ന് പറയില്ല. ഏതെങ്കിലും പാർട്ടി എന്നെ പിന്തുണയ്ക്കുവാണെങ്കിൽ നല്ല കാര്യം. ഞാൻ ഇപ്പോഴും സ്വതന്ത്രനാണ്. സ്വതന്ത്രനായിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. ചിഹ്നം കിട്ടിയിട്ടില്ല. 22-ാം തീയതി 23-ാം തീയതി ആവും. ഈ വാർഡിൽ നിന്ന് എനിക്ക് ജയിക്കാമെന്ന് പരിപൂർണമായ വിശ്വാസമുണ്ട്. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ ഈ വാർഡിൽ നിന്നാണ്. അപ്പോൾ എന്നെ ഒരിക്കലും ഈ വാർഡുകാർ കൈവിടത്തില്ല. കാരണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വാർഡിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നെ കൈവിടലെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ വോട്ട് ജനാധിപത്യമല്ലേ. നമ്മളിപ്പോൾ തദ്ദേശത്തിൻ്റെ ഇവിടുത്തെ ഒരു പ്രശ്നം കൊണ്ടാണോ നമ്മൾ പാർട്ടി മാറേണ്ടി വന്നത്? അതോ കേരളത്തിലെ മുഴുവനായിട്ടുള്ള ഭരണത്തിൻ്റെ എന്തെങ്കിലും ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ല, കേരളത്തിൻ്റെ ഭരണം ഇപ്പം ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുക, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. അതായത് എന്നെല്ലാം CPMകാർ എന്തെങ്കിലും കൊള്ളരായ്മ കാണിച്ചോ, CPM ഭരണത്തെ ജനങ്ങൾ വെറുക്കുന്നുവോ, അതിനുശേഷം വരുന്ന ഇലക്ഷനിലാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസ് എന്തെല്ലാം കേരളത്തിൽ ജയിച്ചിട്ടുണ്ടോ അത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. സംഘടനാ പ്രവർത്തനങ്ങൾ കോൺഗ്രസിലില്ല. CPM ഇടതുപക്ഷം എന്നെല്ലാം ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ല ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാൻ പറ്റുന്നില്ലയോ, ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ജനങ്ങൾ വേറെ 2 സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ കോൺഗ്രസിനെ എടുക്കുന്നത്. അതാണ് ഇവിടെ നടന്നു വരുന്നത്.
എന്നെ മാറ്റിയത് സംസ്ഥാന ഘടകമോ അല്ലെങ്കിൽ ജില്ലാ ഘടകമൊന്നുമല്ല. ഇവിടുത്തെ കല്ലറയിലെ ചില ആൾക്കാരുടെ ഗ്രൂപ്പുകളെയും ചില ആൾക്കാർക്ക് ഞാൻ വഴങ്ങാത്തതും ചില ആൾക്കാർക്ക് DCCയിൽ ചില ബന്ധങ്ങൾ, ചില ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ചേട്ടന്മാരൊക്കെ ചില DCC അംഗങ്ങളുമായിട്ട് പരിചയമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പണി എനിക്കിത് ചെയ്തത്. എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. എനിക്ക് എല്ലാ ജനങ്ങളും എനിക്ക് വേണം. കോൺഗ്രസ്സുകാരുടെ വോട്ട് എനിക്ക് വേണം, BJPയുടെ വോട്ട് അവർ തരും, അത് ഞാൻ മേടിക്കും, CPMൻ്റെ വോട്ടും മേടിക്കും, എല്ലാവർക്കും മേടിക്കും. ഇത്തവണ എനിക്ക് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് അവർ തന്നതാണ്. പക്ഷേ ഇവിടെയുള്ള ചില ആൾക്കാർ അതിനെ തടസ്സപ്പെടുത്തി. ഞാൻ പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലായിരുന്നു, എങ്കിലും ചില കോണുകളിൽ നിന്ന് എന്നെ അങ്ങോട്ട് എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നായിരുന്നു. ചില ആൾക്കാർ ഇവിടെ അതിനു വേണ്ടി എനിക്കെതിരായിട്ട് നിന്നു. അവരുടെ ശ്രമം ജയിച്ചു. ഞാനല്ലെങ്കിലും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ എന്താണ് ഒരു കാരണം? അതായത് ഇങ്ങനെ തഴയപ്പെടാനായിട്ട് എന്താണ്, വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അതായത് ഇവിടെ കല്ലറയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അന്നിവിടെ കേരള കോൺഗ്രസിൻ്റെ കുറച്ച് ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട കുറേ ആൾക്കാർ കേരള കോൺഗ്രസ്സിലുണ്ടെങ്കിലും അതിവിടെ ശക്തമായിരുന്നില്ല. ഇവിടുത്തെ മതേതര വിശ്വാസികൾ, അത് ക്രിസ്ത്യാനികളായാലും ഈഴവരായാലും നായർ സമുദായത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ പട്ടികജാതി വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിച്ചിരുന്നവരാണ്. അതിനിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ അകത്തും ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, പിന്നെ മൂന്നാം മുന്നണി ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ തോതിലൊക്കെ മാറാൻ തുടങ്ങി. അതിൽ സെക്കൻഡറി കോൺഗ്രസിൻ്റെ അകത്തൊരു ജനാധിപത്യ ഇലക്ഷൻ ഇല്ല, നോമിനേഷനാണ്. ഇപ്പം നോമിനേഷനായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഇവിടെ 15 വർഷം പുള്ളി ഇവിടെ മണ്ഡലം പ്രസിഡൻ്റായിട്ടിരുന്നു. പുള്ളിയുടെ ഏകാധിപതിയെ പോലെയായിരുന്നു. പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പ്രവർത്തിക്കാൻ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ചോദ്യം ചെയ്യുന്നവരെ പുള്ളി ശത്രുവായി കാണുന്നു, അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. ആ വ്യക്തിയാണ് ഇവിടെ കല്ലറയിൽ കോൺഗ്രസിനെ നശിപ്പിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന അണികളെല്ലാം വിട്ടുപോയത് ആ വ്യക്തി കാരണമാണ്. പിന്നെ ആ വ്യക്തി തന്നെ നോമിനേറ്റ് ചെയ്ത് ഒരു വേറൊരാളെ കൊണ്ടുവന്നു. അതിൻ്റെ അമരത്തും പുള്ളി തന്നെയായിരുന്നു. മറ്റേ പുള്ളിക്കാരൻ ഒരു പാവ പോലെ ഒക്കെയായിരുന്നു. പക്ഷേ പുള്ളിക്കത് മനസ്സിലായപ്പോൾ പുള്ളി ഇട്ടെറിഞ്ഞിട്ട് പോയി. പിന്നെ ഇപ്പം ഇരിക്കുന്ന ആളും ആ പുള്ളിയുടെ ആളാണ്. അതും ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ആജ്ഞാവൃത്തിയാണ്. പുള്ളി എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? രണ്ടാമത്തെ കാര്യം, ഇവിടെ യുവജനങ്ങളാരും ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഇല്ല, കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. കുറേ പ്രായം ചെന്ന 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനായിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പാർട്ടി എന്തെങ്കിലും യോഗമൊക്കെ വിളിക്കുമ്പോൾ അതവിടെ വന്നിരിക്കുന്നതല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവിടെ കോൺഗ്രസ് വളരുന്നില്ല. ആ വളരാനായിട്ട് ഇവിടെയുള്ള ചില ആൾക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മാത്രം മതി, ഞാനാണ് കോൺഗ്രസ്, എനിക്ക് ശേഷം കോൺഗ്രസ് ഇല്ല എന്നുള്ള ഭാവത്തിൽ നടക്കുന്ന ചില നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവരുടെ ഇതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇപ്പം എന്നാ പറയുക, പടവലങ്ങ പോലെ താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ആരും ഇല്ല, കുറേ പഴയ ആൾക്കാരില്ലാതെ പോയി. പിന്നെ കുറേ UDF അനുഭാവികളുണ്ട്. അവരിപ്പം CPMനോടോ അല്ലെങ്കിൽ LDF വിരോധമുള്ള കുറേ UDF അനുഭാവികളുണ്ട് ഇവിടെ. അവർ ഇലക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി UDFന് വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, പ്രവർത്തനമൊന്നും ഇവിടെയില്ല. അതാണ് സംഭവം. അതിനൊരു പരിധി വരെ ഈ 10, 15, ഇപ്പോഴും 10, 25 വർഷമായിട്ട് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ രോഗി, ഞാൻ പേരെടുത്ത് പറയുന്നത് ഇവിടെയുണ്ട്. ആ പുള്ളി ഒറ്റ എഴുത്തിനാണ് ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ പിടിവാശിയാണ് എന്നെ ഇവിടുന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. കാരണം പുള്ളിക്കാരനെ നിരൂപിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. വ്യക്തിപരമായ കാരണം പുള്ളിക്കാണ് വ്യക്തിപരം. പുള്ളി ആളോടൊരു വിരോധം ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊല്ലണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതാണ് പുള്ളിയുടെ പോളിസി. അതാണ്. അതിനുവേണ്ടി പുള്ളി പല കുപ്രചരണങ്ങളും അഴിച്ചു വിടും. ഇപ്പോൾ പുള്ളി അഴിച്ചു വിട്ടിരിക്കുന്ന കുപ്രചരണം ഞാൻ അഴിമതിക്കാരനാണെന്നാണ് പറയുന്നത്. ഞാൻ അഴിമതിക്കാരനാണെന്നാണ് പുള്ളി എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. അത് ചിലവർ ഏറ്റു പറയുന്നുണ്ട്. ഇന്നലെ നിങ്ങളവിടെ 7ാം വാർഡിലൊരു നമ്മുടെ അമ്പിളി ബിനീഷ് എന്ന് പറഞ്ഞൊരു മേഡത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തില്ലേ, പുള്ളിക്കാരത്തി എപ്പോഴും പറഞ്ഞ അഴിമതിരഹിത പഞ്ചായത്ത്, അഴിമതിരഹിത. പുള്ളി ഈ പഞ്ചായത്ത് ഭരണസമിതി ഉള്ളതാണ്. ഈ ഭരണസമിതിയിലുള്ള എന്താണ് അഴിമതി കാണിച്ചെന്നുള്ളവരൊക്കെ പുള്ളിക്കാരത്തിക്ക് അറിയാം. ഇവിടെ യാതൊരു അഴിമതിയും കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പഞ്ചായത്ത് ഒന്നാമതായി ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്തിലൊന്നാണ് ഈ കല്ലറ പഞ്ചായത്ത്. ഭൂവിസ്തൃതിയിൽ 4ൽ 3 ഭാഗം മുണ്ടാറാണ്. ആ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുക. അവിടെ നിന്ന് ഒരു വരുമാനവും ഇല്ല. പിന്നെ 4ൽ 3 ഭാഗം, 4ൽ 1 ഭാഗമാണ് കരഭൂമി. അപ്പം നമുക്ക് പോപ്പുലേഷൻ പരമായിട്ടും ആ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഫണ്ടും അത്രയും നമ്മുടെ ഉള്ളൂ. ഇവിടെ ഒരു വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ നേരത്തെ ഇപ്പോഴാണ്
ജോബി ജോർജിൻ്റെ തിയേറ്റർ വന്ന് സ്വല്പം വരുമാനം ആയത്. അതിന് മുമ്പ് ഇവിടെ ഒരു വരുമാനമില്ല, ഈ വീട്ടുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, ആ ഫണ്ട് കിട്ടുമ്പോൾ അതിനകത്ത് പല നിബന്ധനകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് സേവന മേഖലയിലേക്ക് ഫണ്ട് മാറ്റി വെക്കണം, കാർഷിക മേഖലയിലേക്ക് മാറ്റി വെക്കണം, വൃദ്ധർക്ക് കൊടുക്കണം, വികലാംഗർക്ക് കൊടുക്കണം, വനിതകൾക്ക് മാറ്റി വെക്കണം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന തുച്ഛമായ എമൗണ്ടാണ് നമ്മൾ റോഡ് വികസനത്തിനാക്കി എടുക്കാൻ പറ്റുള്ളൂ. ആ റോഡ് വികസനത്തിന് നമ്മൾ ഫണ്ട് വെച്ചു, DPC അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നയാൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞ പ്രസിഡൻ്റ് അല്ല, അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്. പിന്നെ അവരാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഒരു വർക്ക് നടക്കുമ്പം അതിനകത്ത് എന്തെങ്കിലും അഴിമതി ഉണ്ടായാൽ അത് അവരാണ് ഹെൽഡ് റെസ്പോൺസിബിൾ, പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല. നമുക്കതിനകത്ത് ഒരു റോളുമില്ല. പിന്നെ അവരുടെ പേരിൽ ഒരു ആരോപണം വന്ന് ഒരു തെളിവ് സഹിതം നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും. അപ്പോൾ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി എഞ്ചിനീയറാണ്. അതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ ഇവിടെ എന്താ അഴിമതി നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും ആരുടെ കയ്യിലെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷം, അതായത് 2020 ജനുവരി മുതൽ ഇപ്പോൾ ഇന്ന് വരെയും എന്തെങ്കിലും അഴിമതി ഈ പഞ്ചായത്ത് ഭരണസമിതിയോ അതോ ഞാനോ കാണിക്കുന്ന ആരെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ മത്സരരംഗത്തും മാറാം, എൻ്റെ പൊളിറ്റിക്കൽ ഞാൻ അവസാനിപ്പിച്ചിരിക്കുക, ഞാൻ വെല്ലുവിളിക്കുക. പിന്നെ ചില വിരോധികളൊക്കെ ചുമ്മാ കല്ലറക്കാരുടെ ഗ്രൂപ്പുണ്ട്, അതിലാർക്കും എന്തും പറയാം, അങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ ചേർത്ത് ഇടുന്നുണ്ട്. അതൊന്നും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു പട്ടാളക്കാരനായിരുന്നു, രാജ്യത്തെ സേവിച്ച് 20 വർഷം, 25 വർഷമായിട്ട് ഞാനിവിടെ 20 വർഷമായിട്ട് ഇവിടെ നാടിനെ സേവിക്കുന്നു. ഞാൻ ഈ 20 വർഷമായിട്ട് ജയിച്ചു വരുന്നത് അഴിമതിക്കാരനായതുകൊണ്ടാണ്. ഞാൻ ഏത് വാർഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നു. അവരുടെ പഞ്ചായത്തിൻ്റെ കാര്യം മാത്രമല്ല, വില്ലേജിൻ്റെ കാര്യമായാലും മറ്റ് റീസർവേയുടെ കാര്യമായാലും കോവിഡ് സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കയറിയിടയിലായിരുന്നു. അതെല്ലാം നമ്മൾ അതിജീവിച്ചു. അന്നൊന്നും ഈ ആൾക്കാരൊന്നും ഈ പറയുന്ന വ്യക്തികളൊന്നും ഒരു നയാ പൈസയുടെ സഹായം ചെയ്യാത്തവരാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പുള്ളിയും അന്നൊന്നും പുള്ളിയൊന്നും ഒരു നയാ പൈസയുടെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ വീട്ടിൽ ഇരുന്ന ആൾക്കാരാണ്. അന്ന് ആ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടി. ഞങ്ങളെ അന്ന് സഹായിച്ച ഇവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളാണ് എല്ലാം. അപ്പോൾ അങ്ങനെ സഹായിച്ചുകൊണ്ട് കോവിഡിനെ നമുക്ക് തുടർന്ന് ചെയ്താൽ പറ്റി. വെള്ളപ്പൊക്കം വന്നു, അതിനെ നമ്മൾ അതിജീവിച്ചു. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഇവിടെ വഴിയത്തിൻ്റെ പ്രതിമ, അതാണിപ്പോൾ ഇവരൊരു അഴിമതിയായിട്ട് കാണിക്കുന്നത്. വഴിയത്തിൻ്റെ പ്രതിമ പണിയാനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അത് സ്വകാര്യ വ്യക്തികളുടെ സന്മനസ്സായിട്ടുള്ള ആൾക്കാരുടെ സംഭാവനകൾ പിരിച്ചുകൊണ്ടാണ് വഴിയത്തിൻ്റെ പ്രതിമ പണിതത്. എന്തുകൊണ്ട് പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഴിയച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കല്ലറ പഞ്ചായത്തിൻ്റെ ഒരുപാട് റോഡുകൾ ഉണ്ടാക്കിയ ആളാണ്. അയാളെ അതിനുവേണ്ടി അറസ്റ്റ് വരിച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളിലും പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് വെള്ളത്തിലിറങ്ങി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇപ്പം ഇവിടുന്ന് മരിച്ചുപോയി. ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാർക്ക് വഴിയച്ചൻ ഏതാണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പോലെയുള്ള ഒരാളെ, നമ്മുടെ കല്ലറയുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരാളുടെ ഒരു വ്യക്തിത്വം നമ്മൾ വരും തലമുറയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇതെടുത്തത്. അത് ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ ഉള്ളതാണ്. വഴിയത്തിൻ്റെ ഒരു റോഡുണ്ട്, കല്ലറവച്ചൂർ റോഡിന് വഴിയച്ചൻ റോഡെന്ന് ഔദ്യോഗികമായി ജനങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും അത് ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് പിള്ളേർക്കൊന്നും അറിയത്തില്ല. അപ്പം നമ്മളവിടെ ആ പ്രതിമ പണിതു. നമുക്ക് കിട്ടിയ എന്നാ പറയുന്നത് സംഭാവനകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് സംഭാവന തന്നവർ ചോദിക്കുവാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. അന്ന് എതിർത്ത് നിന്നവരും ഒരു 5 പൈസ സംഭാവന തരാത്തവരുമാണ് ഇപ്പോൾ അതിനെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് നടക്കുന്നത്. എനിക്കതൊന്നും പ്രശ്നമില്ല. അത് ഓഡിറ്റിന് വിധേയമായതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിജിലൻസിൽ ആരാണ്ട് പരാതി കൊടുത്ത് അവർ വന്ന് പരിശോധിച്ചതാണ്. അതെല്ലാം ക്ലോസ് ആയ കാര്യമാണ്. പിന്നെ അതും ചൊല്ലിക്കൊണ്ട് എനിക്ക് കോപ്പി വേണം, എത്ര രൂപ കിട്ടിയെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൊല്ലി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മിറ്റിയിൽ പാസ്സാക്കി 13 മെമ്പർമാരുടെ ഇടയിൽ അത് വായിച്ചു. അതിൻ്റെ എല്ലാം കൺവീനർ ഞാനല്ല, 12ാം വാർഡ് മെമ്പർ ജോയി കോട്ടായി. പുള്ളിയാണ് അക്കൗണ്ടെല്ലാം സൂക്ഷിച്ചയാൾ. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇത് നോക്കിയിട്ടില്ല. ആ പുള്ളി തന്നെയാണ് അതോട് വായിച്ചതും പിടിച്ചു നോക്കി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സാധാരണ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അഴിമതിയാണ് ഇതെന്ന്. ഇവരിൽ എന്തെങ്കിലും അഴിമതി കാട്ടിച്ചാൽ തെളിവ് തരട്ടെ. ഈ പറഞ്ഞ കല്ലറ ഗ്രൂപ്പിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാരും അല്ലാതെ പുറത്തുനിന്ന് കളിക്കുന്ന ആൾക്കാരൊക്കെ അവരെന്തെങ്കിലും തെളിവ് തരട്ടെ. തെളിവ് തരുവാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല, ഇനി കൊടുത്താലും ഞാനത് പിൻവലിക്കാം. തെളിവ് വേണം. ചുമ്മാ കിടന്നുകൊണ്ട് ആരോപണം ഉന്നയിച്ചിട്ട് വലിയ കാര്യമുണ്ട്. അതാർക്കും വഴിയെ പോണേ ആർക്കും ഉന്നയിക്കാം. അവനത് ചെയ്ത് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ വഴിയച്ഛൻ്റെ പ്രതിമ നമുക്കിപ്പോൾ PWDയുടെ റോഡിൻ്റെ അവിടെയാണല്ലോ, അവരുടെ ഒരു സ്പേസിലല്ലേ നമ്മൾ പണിതിരിക്കുന്നത്? പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലമാണ്. പഞ്ചായത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കല്ലുവെട്ട് തൊഴിലാളികളായിരുന്നു. അപ്പോൾ കല്ലുവെട്ട് തൊഴിലാളികൾ കല്ല് വെട്ടിക്കഴിഞ്ഞാൽ അന്ന് ചേർത്തല ഭാഗത്തേക്കാണ് ഈ കല്ല് കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പം PWDയുടെ അല്ലാത്ത ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു തോടും ഒരു കടത്തോടൊക്കെ പെരുന്തത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ ഈ വണ്ടി ചെല്ലിയല്ല, ഈ കല്ലും കൊണ്ടുള്ള വണ്ടി ചെല്ലത്തില്ല. അപ്പോൾ അന്നേരം ഇവർക്കിത് ചുവന്നുകൊണ്ട് പോകുമ്പോൾ അവിടുന്ന് വള്ളത്തേക്ക് എത്തിയത് പോകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും, പറയുന്ന ലാഭം കിട്ടത്തില്ല. അതിൻ്റെ പേരിൽ അന്നത്തെ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ മെയിൻ റോഡ്, ആ പാലത്തിൻ്റെ തോട് കണ്ടിട്ടുണ്ട്, ആ തോടിൻ്റെ അവിടെ ഇങ്ങോട്ട്
പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി നിർമ്മിച്ച തോടാണ് ഈ പറഞ്ഞ തോട്. അത് ഇറിഗേഷൻ്റെ അല്ല. ആ തോടിൻ്റെ കുറേ ഭാഗം പുറമ്പോക്കായിട്ട് കിടപ്പുണ്ട്. അതായത് നമ്മളന്ന് ഉണ്ടാക്കിയതിന് കുറേ ഭാഗം, അത് അവിടെയാണ് ഈ കപ്പയും മറ്റു കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. അത് തോട് പുറമ്പോക്കാം. PWയുടെ സ്ഥലമല്ല അത്. PWയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ PW റോഡിൽ നിന്ന് 3 മീറ്റർ അളക്കുന്ന അത്രയും വരെ ഉള്ളൂ അവരുടെ പുറമ്പോക്കുള്ളൂ. PW റോഡ് ടാർ റോഡിൽ നിന്ന് 3 മീറ്ററാണ് PW ഒരു കണക്ക്. പക്ഷേ ആ റോഡ് ഇതുവരെയും അവർ സർവേ നടത്തിയിട്ടില്ല. അച്ഛൻ റോഡ് എന്ന് പറയുന്ന റോഡ് ഇതുവരെ സർവേ നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ അച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാണ്ട് പറ്റിയ സ്ഥലം അതാണെന്ന് കണ്ടു കഴിയുമ്പം നമ്മുടെ തോട് പുറമ്പോക്ക് പഞ്ചായത്തിൻ്റെയാണ്, PWയുടെ അല്ല. ആ തോട് പുറമ്പോക്ക് നമ്മൾ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, സൈഡ് കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി കുറച്ചും കൂടെ മണ്ണിട്ടപ്പോൾ കുറച്ച് വീതിയായി അവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. PW റോഡിൽ നിന്ന് 3 മീറ്റർ കൂടുതൽ ഇങ്ങോട്ട് മാറ്റിയ PW പുറമ്പോക്കല്ല. അതിന് വേണ്ടിയിട്ട് ചിലർ ഇവിടുന്ന് ഒരു ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു, പരാതി കൊടുത്തു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു, അങ്ങനെ പലർക്കും പരാതി കൊടുത്തു. പുള്ളി പരാതിക്കാരനാണ്. പുള്ളിക്ക് എല്ലാ മന്ത്രിമാരുടെയും ഈ പോർട്ടലിൻ്റെയൊക്കെ നമ്പറുള്ള ഒരാളാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ പുള്ളി പല പരാതികളും കൊടുത്തു നോക്കി ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിനെല്ലാം നമ്മൾ അതിജീവിച്ചു. ആൾക്കാർ വന്ന് നോക്കി, അവർ നോക്കിയപ്പോൾ അവരുടെ അല്ല, തോട് പുറമ്പോക്കിൻ്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. അങ്ങനെ പഞ്ചായത്തിൻ്റെ തോട് പുറമ്പോക്ക് കല്ല് കെട്ടി പൊക്കിയാണ് ആ പ്രതിമ പണിയുന്നത്. PW പുറമ്പോക്ക് എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം നിലവിൽ നമ്മുടെ കല്ലറ ഗ്രാമത്തിൽ തന്നെ കല്ലറക്കാർക്കിടയിൽ ഒരു സംസാരമുണ്ട്. അത് PWDയുടെ പുറമ്പോക്ക് സ്ഥലമാണ്. നമുക്ക് പഞ്ചായത്തിന് ഒരു സ്പേസ്, അതായത് നമ്മൾ അവിടുന്ന് ആ ഒരു റോട്ടിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഇറക്കത്തിൻ്റെ ആ ഒരു പോർഷൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലമാണ്. അവിടെ ഉണ്ടായിട്ട് അവിടെ സ്ഥാപിച്ചു. അത് പോരാത്തതിന് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നിടത്ത് തിട്ടയിടിഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിക്കുള്ള പരാമർശങ്ങളും വരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. അപ്പോൾ അതൊരു നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ചയായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഈ പഞ്ചായത്തിൻ്റെ PWയുടെ സ്ഥലത്ത് അല്ല പണിതിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പോയിട്ട് ചില ആൾക്കാർക്ക് ആ കല്ലുകട പഞ്ഞ് വരുന്നിടത്ത് ആ വളവിൻ്റെ അവിടെ, അത് പക്ഷേ ആ വളവിൻ്റെ അവിടെ ഉള്ള സ്ഥലം PWയുടെയാണ്. അത് നമ്മളവിടെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ മേടിക്കണം. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എയ്ക്കോ എക്സിക്കോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊന്നും തരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. അവർ പിന്നെ തിരുവനന്തപുരത്തേക്ക് വിടും. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെയല്ല അവിടെ നമ്മളിപ്പോൾ ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാൻ പോവുക. നിങ്ങൾ കണ്ടു കാണും, അവിടെ തട്ട കെട്ടി മണ്ണൊക്കെ പൊക്കി ഒരു മിനി ഐമാക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ഭാഗം ചെയ്തു, ബാക്കി ഭാഗം അടുത്ത ഭരണത്തിൽ വരുമ്പം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഹാപ്പിനെസ് പാർക്കാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് അവിടെ പണിയാതെ നമ്മൾ അപ്പുറത്തോട്ട് വരും. പിന്നെ തിട്ടയിടഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഇത് കെട്ടിപ്പൊക്കി മണ്ണിട്ട് നിരത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും താഴത്തോട്ട് മുഴുവനും ഇതല്ലേ, ഗ്യാപ്പല്ലേ. അപ്പം മണ്ണ് താഴോട്ട് ഇരുന്നപ്പം ചെറിയൊരു ഇടിപാട് ഉണ്ടായിട്ടുണ്ട്, അങ്ങ് അറ്റത്ത് മാത്രമേ ഉള്ളൂ. അത് അടുത്ത ബഡ്ജറ്റിൽ നമ്മളതിന് ഫണ്ട് വെച്ച് അത് ശരിയാക്കും. പഞ്ചായത്തിൻ്റെ കാര്യമാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഉടനടി പെട്ടെന്ന് ഇപ്പം സ്വകാര്യ വ്യക്തിയാണെങ്കിൽ ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു തിട്ടയിടിഞ്ഞാൽ എനിക്ക് നാളെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് ചെയ്യണമെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ഫണ്ട് അലോട്ടാക്കേഷൻ ആകണം, പിന്നെ അതിന് നമ്മൾ ഫണ്ട് വെക്കണം, DPC അംഗീകാരം ലഭിക്കണം, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം, ടെക്നിക്കൽ സാങ്ഷൻ മേടിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തിട്ട ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയുടെ വാല്യുവേഷനൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത പ്രാവശ്യം ഫണ്ട് വരുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി അത് ചെയ്യുമായിരിക്കും. ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ചെയ്യും. ഇത്രയേ ഉള്ളൂ. വേറെ അവിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് മൊത്തം. പരാതി ഒരുപാട് പോയായിരുന്നു. പരാതി പോയിരിക്കുന്നവരെല്ലാം എന്നോടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടും മാത്രമാണ്, അല്ലാതെ പഞ്ചായത്തിനോടല്ല, എന്നോടല്ല. എന്നെ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അത് നടക്കാതിരിക്കുക എന്നുള്ള ഇതോടുകൂടി ചെയ്തതാണ്. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. അല്ലാതെ വഴിയത്തിൻ്റെ പ്രതിമ അവിടെ ഇല്ലീഗലായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. PW ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിയതാണ്. അതുപോലെ തന്നെ PW പാലം ഇടിഞ്ഞു വീഴാൻ പോകാമെന്ന് പറഞ്ഞും പരാതി കൊടുത്തു. അത് കൊടുത്തയാൾ ഈ വ്യക്തി തന്നെയാണ്. അതായത് അവിടെ ആ പാലം പ്രതിമ പണിയുമ്പോൾ നിലവിലുള്ള PWയുടെ പാലം അത് ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ PW റോഡ് ഇല്ല, ബ്രിഡ്ജസ് വിഭാഗം AE വന്നു. AEയുടെ റിപ്പോർട്ടിനകത്ത് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് AX വന്ന് നോക്കി, അവരും പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ പാലുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ PWയിൽ നിന്ന് NOC കിട്ടി, ബ്രിഡ്ജസിൽ നിന്ന് NOC കിട്ടി. അവർക്ക് ഇതുമായിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് പണിയാമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിത് പണിയുന്നത്. പിന്നെ ഇത് പഞ്ചായത്തുമായിട്ട് ഇതിന് ഔദ്യോഗികമായിട്ട് ഒരു ബന്ധവുമില്ല. പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരമല്ല, പഞ്ചായത്തിന് ഫണ്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്തിന് ഇതിന് ബന്ധമൊന്നുമില്ല. പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം കമ്മിറ്റി ചർച്ച നടക്കുമല്ലോ, കമ്മിറ്റി അജണ്ടയൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിവരം മെമ്പർമാരെ അറിയിച്ചത്. അപ്പം അന്ന് നമ്മൾ മെമ്പർമാരോട് പറഞ്ഞിരുന്നു നമുക്കിത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പൈസ പിരിച്ചെടുക്കണം, എന്നിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു മെമ്പർമാർ, 1-2 മെമ്പർമാർ ചെറിയ രീതിയിൽ സഹായിച്ചില്ല, വേറെ മെമ്പർമാരും ഇതിനോട് സഹകരിച്ചില്ല. അവർക്ക് അവരുടേതായ പാർട്ടി പിരിവുകളെ മറ്റേതൊക്കെ ആയിട്ട് അവർ നടക്കുമായിരുന്നു. എന്നിട്ട് നമ്മളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. നമുക്ക് അറിയാവുന്ന NREs ഉണ്ട്, അതുപോലെ തന്നെ കല്ലറയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പാലം പണിത്. അതിൻ്റെ എല്ലാം കറക്റ്റ് അപ് ടു ഡേറ്റ് കറക്റ്റ്
ജോയി കോട്ടായിലുണ്ട്. അത് ഓഡിറ്റിന് വിധേയമായതാണ്. ഈ വിജിലൻസിൽ ഇവർ പരാതി കൊടുത്തു, വിജിലൻസുകാർ ഒന്ന് നോക്കിയതാണ്, അവരും ഓക്കെ അടിച്ച് പോയിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പലതും പറയും, അത് നമ്മൾ ബോധർ ചെയ്യാറില്ല. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിമർശനത്തെ ഞാൻ പേടിക്കുന്നുമില്ല. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു മുദ്രാവാക്യം ഇല്ല. പിന്നെ പല കോണിൽ നിന്നും ഇപ്പം നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവരില്ലേ, ഈ മഹാത്മാഗാന്ധി വിമർശിക്കുന്നവരുണ്ടല്ലോ, ഇല്ലേ, പിണറായി വിജയനെ വിമർശിക്കുന്നവരുണ്ട്, സ്ഥല MLA CK ആശാനെ വിമർശിക്കുന്നവരില്ലേ, മോഹൻ ജോസഫിനെ. രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരും വിമർശനത്തിന് അതീതമാണ്, വിമർശിച്ചുകൊണ്ടിരിക്കും ഒരു ആൾക്കാർ. നമ്മുടെ ആൾക്കാരുടെ വായോ കണ്ണുമല്ലോ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ? അവരിങ്ങനെ അവരുടേതായ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. പിന്നെ അഴിമതിയാണെന്ന് റിക്കാർഡിക്കലായിട്ട് തെളിവ് സഹിതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ, കൊടുക്കത്തുമില്ല. പിന്നെ ഒരു പഞ്ചായത്തിലേക്ക് വരികയില്ല. ഞാൻ 20 വർഷമായിട്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റും മെമ്പറുമായിട്ട് ഇരുന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു അഴിമതിയില്ല. ഇപ്പം ഞാൻ പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ അഴിമതി കൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ബാധകമില്ല ഒന്നും. ഞാനൊരു പോരാട്ട വീര്യമുള്ള ആളാണ്, ഒറ്റയ്ക്ക് പോരാടും. അതിനുള്ള ശക്തി എനിക്ക് ദൈവം തന്നു. ഇപ്പം നമ്മൾ എത്ര വർഷമായിട്ട് പഞ്ചായത്തിലെ പ്രസിഡൻ്റായിട്ട് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ 5 2 7.5 വർഷം. 7.5 വർഷം. 2012, 13, 14 വരെയും ഞാൻ പ്രസിഡൻ്റായിരുന്നു. അന്ന് പക്ഷേ കോൺഗ്രസ് ആയിരുന്നു. 3 പേര് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ടൈം കിട്ടിയില്ല, രണ്ടാമത്തെ ടൈമാണ് കിട്ടിയത്. പക്ഷേ 2.5 വർഷം ഞാൻ പ്രസിഡൻ്റായിട്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ 2020 മുതൽ 25 വരെയും LDFിൻ്റെ സപ്പോർട്ടോടു കൂടി 5 വർഷവും പ്രസിഡൻ്റായിട്ടിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ പറയുന്ന പോലെ ടൗൺ വികസനം. ഈ ടൗൺ വികസനം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കിടന്നുകൊണ്ട് നെട്ടോട്ട് ഓടുന്നുണ്ട്. ചില മെമ്പർമാർ പറഞ്ഞു അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെല്ലാം ആഗ്രഹിച്ചു കഴിഞ്ഞാലും ടൗൺ വികസനം നടക്കുമോ? അത് ഗവൺമെൻറ് തീരുമാനിക്കണം. അതെന്താണ് ടൗൺ വികസനത്തിലുള്ള ഒരു പ്രശ്നം? ടൗൺ വികസനത്തിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ ഇവിടെ ഒരു ഇടവഴി ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് ചില സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് ഇരുന്നെങ്കിലും പബ്ലിക്കായിട്ട് ഒരു ചന്ത പോലെയായിരുന്നു. ചന്തയ്ക്കകത്തൂടെ നമ്മുടെ ആ നീണ്ടൂരിൽ നിന്ന് വരുമ്പോൾ അതിലേക്ക് കയറി മറ്റേ പള്ളിയുടെ അവിടെ ആ ഇറച്ചിക്കടയില്ലേ, അതിലങ്ങ് ഇറങ്ങിപ്പോയിരുന്നൊരു റോഡായിരുന്നു. ആ റോഡ് ചില സ്വകാര്യ വ്യക്തികൾ അവരുടേതായിരുന്നു അത്. അവർക്ക് അവസാനം അത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നമായി. അതിനെതിരെ ജനങ്ങൾ നിന്നു. എന്നാൽ അന്നത്തെ ഭരണസമിതിയിലുണ്ടായിരുന്ന ചിലവർ അതിനെ പിന്തുണച്ചു. അങ്ങനെ അവസാനം അത് ഹൈക്കോടതിയിൽ ചെന്നപ്പം പഞ്ചായത്തിൻ്റെ രേഖയിൽ ആ റോഡില്ല, PWDയുടെ രേഖയിലും ആ റോഡില്ല. അതുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്കത് അവരെ എടുക്കാമെന്ന് പറഞ്ഞ് വിധിച്ചു. അവരവിടെ എല്ലാം കെട്ടിടങ്ങൾ പണിതു. ഇനി അതിലൊരു വഴിയില്ല. പിന്നെ ആകെയുള്ള ഈ ഒരു വഴിയാണ്. ഈ ഒരു വഴി അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗതാഗതങ്ങളോ വണ്ടികളോ ഒന്നും ഇല്ലായിരുന്നു. ഈ പഞ്ചായത്ത് സത്യത്തിൽ നീണ്ടൂർ പാലം, മുടക്കാലി പാലം പണിതതിന് ശേഷമാണ് ഈ ചെയിൻ റൂട്ടൊക്കെ വരികയും ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തത്. അതിനു മുമ്പ് കുറുപ്പന്തറ വഴി ഇതിലെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത് കോട്ടയത്തേക്ക്. അവിടെ പാലമില്ലല്ലോ. അപ്പം അന്നേരം അതിനെപ്പറ്റി ആർക്കും ഒരു ബോധമില്ലായിരുന്നു. പിന്നെ ജനം മാറി അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ വന്നു. പള്ളിക്കാരാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ കെട്ടിടം പണിതു. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റി പള്ളിക്കാരുടെ കെട്ടിടങ്ങളാണെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളാണെങ്കിലും അതിനെല്ലാം പൊന്നും വില കൊടുത്ത് മേടിക്കണമെങ്കിൽ ഗവൺമെൻറ് നിരൂപിക്കണം. നമ്മളിവിടെ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി, 2-3 ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി ചിലർ അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ശ്രമിക്കണമെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഞാനൊരു 3-4 നിവേദനമെങ്കിലും കൊടുത്തിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർക്ക് വരെയും കൊടുത്തിട്ടുണ്ട് അവിടെ കലറയുടെ വികസനം. അപ്പം അന്നേരം അവർ പൊതുമരാമത്ത് മന്ത്രി എന്നോട് പറഞ്ഞത് ഇതുപോലെയുള്ള ഒരുപാട് ടൗൺ വികസനിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട് കേരളത്തിൽ. അതെല്ലാം ഇതിനേക്കാളൊക്കെ രൂക്ഷമായ കുരുക്കുള്ളതാണ്. പുള്ളി മലബാറുകാരനായതുകൊണ്ട് മലബാറിലെ കാര്യമാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ നമുക്കിപ്പം ഉടനടി ഒന്നും പരിഹരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ സർവേ നടക്കട്ടെ, ഭൂമി എന്തുമാത്രം ഏറ്റെടുക്കണമെന്ന് സ്കെച്ച് ഉണ്ടാക്കട്ടെ, അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നടപടിക്ക് പോകാമെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. പക്ഷെ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവർ പറഞ്ഞത് ഒരു സമരം നടത്തി അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുത്ത് ഉടനെ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. ഈ കല്ലുവര വാക്കേത്തർ റോഡ് നിങ്ങൾക്കറിയാം, അത് എത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. കല്ലുവര വാക്കേത്തർ റോഡ് അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടുന്ന് എത്തക്കുഴി എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് വൈക്കത്തി എല്ലാം 12 കിലോമീറ്റർ മതി. ആ റോഡ് ശോചനീയമായി കിടക്കുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം മടുത്ത്, അവരുടെയൊക്കെ ജീവിതം നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ മുണ്ടാറി ചെല്ലണം. അവരെങ്ങനെ ജീവിക്കുന്നത്? കുടിവെള്ളം ഇല്ല, പുറത്തോട്ട് പോകാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അത് വർഷങ്ങളായിട്ട് അവരിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കല്ലുവര വാക്കേത്തർ റോഡിന് വേണ്ടിയിട്ട് ശ്രമിച്ച് എത്രയോ നാളായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോഴാണ് അതിനൊരു തീരുമാനമായ കിഗ്ബി അത് ഏറ്റെടുത്ത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളെല്ലാം പഠിച്ച് ഇപ്പോൾ അതിന് TS കിട്ടി. ഇനി ഇപ്പോൾ ഇലക്ഷൻ പെരുമാറ്റത്തിനും കഴിയുമ്പോൾ അത് ടെൻഡറാകാൻ പോവുക.
എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിരന്തരം പഞ്ചായത്തും MLA അതുപോലെ തന്നെ ഈ മന്ത്രി, കോട്ടയത്തെ മന്ത്രി, അവരെല്ലാം സ്വാധീനിച്ച് നമുക്ക് അതിനുവേണ്ടി പര്യാപ്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുവാൻ അവർ നിരൂപിക്കണം. ഇപ്പം നമ്മുടെ MLA ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല, ഇവരുടെ എല്ലാം കൂട്ടായ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ വൈക്കത്തെ MLA വൈക്കം ഭാഗത്ത് വികസിപ്പിക്കാനല്ലേ കൂടുതൽ ശ്രമിക്കത്തുള്ളൂ. ഏറ്റുമാനൂരത്തെ MLA അവിടെയല്ലേ അവിടെ റോഡുകളും കാര്യങ്ങളും ചെയ്യാനല്ലേ അവർ ശ്രമിക്കത്തുള്ളൂ. കല്ലറതായ ഒരു MLA ഇല്ല. കല്ലറയായിട്ട് ജില്ലാ പഞ്ചായത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലില്ല. 8 വാർഡേ ഉള്ളൂ. ഇവിടെയാണെങ്കിലും 5 വാർഡേ ഉള്ളൂ. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ഭാഗത്തു നിന്നുമൊക്കെ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിരൂപിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല കല്ലറ ടൗൺ വികസനം. പക്ഷേ ഇപ്പോൾ അവിടെ ഒരുപാട് ട്രാഫിക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ വളരെ നഗ്ന സത്യമാണ്. ഉണ്ട്, ആൾക്കാർക്ക് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചില നേരത്തെ അവിടെ ജാമാകാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ ഒരു ലോക്കൽ ബോഡി നിരൂപിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇത്. അത് മന്ത്രിതലത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിതലത്തിൽ ഇടപെട്ട് ഇതിൻ്റെ ആവശ്യം അച്ഛൻ റോഡാണെന്നും ചേർത്തല ആലപ്പുഴയിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണെന്നും മെഡിക്കൽ കോളേജിലേക്ക് വരാൻ അവിടെ നിന്ന് വരാൻ എളുപ്പ വഴിയാണെന്നും അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് വേണമെന്നുകൊണ്ടാണ് ബാധിക്കേണ്ടത്. പിന്നെ അവിടെയുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൂടാതെ പള്ളിയുടെ സ്ഥലവും വേണം. ഈവൻ അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളി തന്നെ മാറ്റിയെങ്കിലേ അവിടെ വികസനം ഉണ്ടാകത്തുള്ളൂ. ഇവർ ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്ത് മാത്രം വളവിൻ്റെ അവിടെ മാത്രം വികസിച്ചാൽ നമുക്കിപ്പോൾ കല്ലറ ജംഗ്ഷനിലെ വ്യാപാരികൾ അവരുടെ സ്പേസ് വിട്ടു തരാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വ്യാപാരികളുടെ ഇതില്ല. നമ്മളൊരു സർക്കാർ ഉത്തരവായി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആ സ്പേസ് അവർ തന്നെ പൊന്നും വിലക്കി എടുത്തേ പറ്റുള്ളൂ. സർക്കാരിൻ്റെ ഉത്തരവുണ്ടെങ്കിൽ വ്യാപാരികൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഇപ്പം നിൽക്കുന്നത് ഈ വഴിയോട് ചേർന്നാണ് കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത്. ആ കെട്ടിടങ്ങൾ പൊളിച്ച് പുറകോട്ട് മാറ്റണം. അത് വ്യാപാരികളെല്ലാവരും തന്നെ അത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നവരാണ്. അത് പള്ളിയുടെ കെട്ടിടമാണ്. കുറേ എണ്ണം, കുറേ സ്വകാര്യ വ്യക്തികളുണ്ട്. അവരെല്ലാം അത് പൊളിച്ച് കളയേണ്ടതായിട്ട് വരും. എന്തെങ്കിലും അവിടെ പൂർണ്ണമായിട്ട് അപ്പോൾ അവരുടെ എല്ലാം സമ്മതം വേണം. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, പ്രൊജക്റ്റ് റെഡിയാക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു സർവേ നടന്നെന്ന് ഇങ്ങനെ ഞാൻ കേട്ടു. ഇനിയിപ്പോൾ അത് നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞ് ഈ മുണ്ടാറിലെ കല്ലൂര വാക്കേത്തർ റോഡ് പോലെ കുറേ നാൾ കഴിയുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും. അല്ലാതെ ഇപ്പം TVക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഞാൻ ജയിച്ചാൽ ഉടൻ തന്നെ കല്ലറ ടൗണിൻ്റെ ഗതാഗതക്കുറിച്ച് മാറ്റുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പം നിലവിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ഇപ്പോൾ പറയുന്ന അതിലൊരു പ്രസക്തിയില്ല. ഞാനിപ്പോൾ കേട്ടതിൻ്റെ അകത്ത് പറയുന്നത് മുഴുവനും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കല്ലറ വികസിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എങ്ങനെ വികസിപ്പിക്കും? അതെല്ലാം ചുമ്മാ സ്റ്റുപ്പിഡിറ്റില്ലേ അവർ പറയുന്നത്. അങ്ങനെയല്ല വികസിക്കാൻ പറ്റുമോ? അതിൻ്റേതായ നിയമ നടപടികളുണ്ട്. അതിൻ്റെ അകത്ത് ആരെങ്കിലും സ്റ്റേക്ക് പോയി ഇപ്പം ഫോർ എക്സാമ്പിൾ കുറുപ്പന്തറ മേൽപ്പാലം വരാൻ തുടങ്ങിയത് എത്ര നാളായി? കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു മേൽപ്പാലം വരുമെന്ന് പറഞ്ഞാൽ എത്ര നാളായി? എന്തെല്ലാം തടസ്സങ്ങൾ വന്നു. അതിനെല്ലാം അതിജീവിച്ച് ഇപ്പോൾ അതിനൊക്കെ ആയി വരുന്നു എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ അതിരമ്പുഴ നമ്മൾ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ അതിരമ്പുഴ ഒരു വഴിയുണ്ട്, അവിടെ ഒരു പാലമുണ്ട്. ആ പാലം പൊളിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. സ്വകാര്യ വ്യക്തികളുടെ അപ്പീൽ കൊടുത്തു. ആ വിധിയൊക്കെ സിവിൽ കേസായതുകൊണ്ട് വിധി ഇപ്പോഴും വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ച് പോകാണ്ട് ഒന്ന് നാട്ടുകാർ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദം എല്ലാവരും ഒന്നിക്കണം. അതിവിടെ നടക്കുകയില്ല. കാരണം വ്യാപാരി വ്യവസായികളുടെ കൂട്ടത്തിലുള്ള രാഷ്ട്രീയക്കാർ വേറെയുണ്ട്, അവരുടെ അഭിപ്രായം വേറെയുണ്ട്, പള്ളിക്കാരെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ മുന്നോട്ട് വരും. അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർമാരോ നിരൂപിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. കല്ലറയിൽ വികസിക്കാത്തത് പാർട്ടിക്കാർ തന്നെ കാരണമാണോ? കല്ലറ വികസിക്കാത്തത് പാർട്ടിക്കാരുടെ തന്നെ കുഴപ്പമാണ്. പാർട്ടിക്കാർ അന്ന് ആ സ്ഥലം പഞ്ചായത്തിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ പിന്നെ ഈ ഗതി വരികയില്ലായിരുന്നു. അപ്പം വൺവേ ആക്കായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞ മറ്റേ വഴി കൂടെ പോകാമായിരുന്നു. അത് സ്വകാര്യ വ്യക്തിയിലാണ് അവിടെ ചന്ത നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അത് അവിടെ കെട്ടിടം പണിയണമെന്ന് തോന്നി. പൈസയൊക്കെ അവരിലായി, അവർ കെട്ടിടം പണിതു. അതിന് കോടതി ചെന്ന് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ രേഖയില്ല, ആ റോഡ് പഞ്ചായത്തിനാന്നുള്ള രേഖയില്ല, അവരുടെ രേഖയുണ്ട്, അവരുടെ സ്ഥലമെന്ന് പറഞ്ഞു. കോടതി അതിലേ വിധിക്കത്തുള്ളൂ. അങ്ങനെയാണ് ആ റോഡ് അടഞ്ഞു പോയത്. ഇപ്പോൾ അവിടെ ഹോട്ടൽ വന്നു, ഇപ്പുറത്ത് അത് വന്നു, ഇത് വന്നു, എല്ലാവരും അടഞ്ഞുപോയി. അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ കഴിവ്. അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏകോപനമില്ലായ്മയുടെ കുറവാണത്. ഇപ്പോൾ കാലം മാറി, കഥ മാറി, എല്ലാവരുടെയും പൈസയായി, പൈസ ഉള്ളവരൊക്കെ ഇപ്പം ബിൽഡിങ് പണിയുന്നു. അങ്ങനെയൊക്കെ ഇപ്പം ടൗൺ വികസിച്ചു, പക്ഷേ ഗതാഗതം മാത്രം വികസിച്ചില്ല. അതാണ് സംഭവം. പിന്നെ അവിടെ സർക്കാരിൻ്റെ കയ്യിലോ പഞ്ചായത്തിൻ്റെ കയ്യിലോ സ്ഥലമില്ല. അവിടെ ഇവരെ വേറെ ഒരു റൂട്ടിൽ കൂടെ വിടാനുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വരാത്തതിന് കാര്യം ഇന്നതാണ്, അല്ലെങ്കിൽ പഞ്ചായത്താണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമില്ല. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയെയും കണ്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി കൊടുത്തു, MLAക്ക് കൊടുത്തു, MP കൊടുത്തു. അന്ന് തോമസ് ചാഴികാടനായിരുന്നു, ഇപ്പം MP മാറി, ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ആയി. അദ്ദേഹത്തോട് ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ് നോക്കാം, നമ്മളെ കൊണ്ട് കഴിയാൻ നോക്കാമെന്നൊക്കെ അവർ പറയും. അങ്ങനെയല്ലേ അവർ പറയത്തുള്ളൂ.
അപ്പം ഇതൊരു MP നിരൂപിച്ചാലോ അല്ലെങ്കിൽ MLA നിരൂപിച്ചാലോ നടക്കുന്ന കാര്യമല്ല. ഇത് മന്ത്രിതലത്തിൽ പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ഇത് ചോദ്യോത്തര വേളയിൽ ഇത് ഉന്നയിക്കണം MLA. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ. ചോദ്യോത്തര വേളയിൽ ഇത് ഉന്നയിച്ച് ഇങ്ങനെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അസംബ്ലിയുടെ ആ മിനിറ്റ്സിൻ്റെ അകത്ത് വരും. മിനിറ്റ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരതിനൊരു ശ്രദ്ധ കൊടുക്കും. ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അത് മുന്നോട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ പോകും. അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ ആ രീതിയിൽ അവരെടുക്കും. അതൊക്കെയാണ് ഇതിനകത്ത് പ്രൊസീജിയർ. ഇതൊന്നും അറിയാൻ മേലാതെ കുറേ പേര് ഞാൻ നാളെ ജയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ കല്ലറയിലെ വികസനം അങ്ങ് നടത്തും എന്നൊക്കെ പറഞ്ഞാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ കല്ലറയിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളുടെ ഒരു പ്ലാൻ, സാറിൻ്റെ ഒരു പ്ലാൻ എന്തായിരിക്കും? കല്ലറയുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെ ടൗൺ വികസനത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടിരുന്ന ആളാണ്. നിവേദനം കൊടുത്ത് എൻ്റെ ഫയല് പഞ്ചായത്തിലുണ്ട് എടുക്കുകയാണെങ്കിൽ 10-12 നിവേദനം ഈ ടൗൺ വികസനത്തോട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ശരിയായ രീതിയിലുള്ള മറുപടി ലഭിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു മെമ്പറായിട്ട് ജയിക്കുവാണെങ്കിൽ ടൗൺ വികസനത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ കൂടെ ഞാൻ ഒന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ നാളെ ടൗൺ വികസനം വരുമെന്നില്ല. അത് അവരുടെ കൂടെ ഈ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവരുടെ കൂടെ നിന്ന് ചെയ്യും. അതെല്ലാം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊരു സ്വതന്ത്രനല്ലേ, നമുക്ക് പാർട്ടിയില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. അപ്പം ടൗൺ വികസനം വേണം. അത് ഏത് രീതിയിൽ വേണം, എങ്ങനെ വേണം, അവിടെയുള്ള കെട്ടിടങ്ങൾ എങ്ങനെ എത്രയാണ്, അതിനെ പൊളിക്കണം, ആരുടെയൊക്കെയാണ്, അതിൻ്റെ ഉടമസ്ഥരാരൊക്കെയാണ് എന്നിപ്പോൾ കുറേ പേര് നിവേദനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചില പേര് പറയുന്നുണ്ട് അവിടെയുള്ള കെട്ടിടമൊക്കെ പൊളിക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ അവർ പൊളിക്കും. അവർക്ക് പൊന്നുവില കൊടുക്കണ്ടേ? സർക്കാർ അനുവദിക്കാതെ എല്ലാം പൊളിക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയാൻ മേല. നിയമ നടപടികൾ ഒരുപാടുണ്ട്. അതൊന്നും അറിയാൻ മേലാത്തവരാണ് പറയുന്നത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടൗൺ വികസിപ്പിച്ചേക്കാന്ന് പറയും. ഇപ്പോൾ BJP സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞു അവർ BJP കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോടൊക്കെ എന്താണ് ഒരു പ്രതികരണം? അത് രാഷ്ട്രീയമായിട്ടുള്ള ചണ്ട. BJP ഭരിക്കുന്നുണ്ട്, കേന്ദ്രത്തിൽ ഭരിക്കുന്നുണ്ട്, അത് ശരിയാണ്. ഒരുപാട് ഫണ്ട് കിട്ടുമെന്ന് പറയുന്നത് അത് തെറ്റാണ്. ഫണ്ട് കിട്ടണമെങ്കിൽ കേരളം അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചെങ്കിലേ ഉള്ളൂ ഫണ്ട് തരത്തുള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് ഒരു 3 കോടി രൂപ അല്ലെങ്കിൽ 20 കോടി രൂപ കേരളത്തിന് കൊടുക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ അവർ പാലിച്ചെങ്കിലേ പൈസ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് വന്നല്ലോ, അതിന് അവർ കേന്ദ്രമായിട്ട് ഒപ്പുവെച്ചു, CP എതിർത്തു. ആ ഒപ്പുവെച്ചില്ലായിരുന്നു ആ പൈസ കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ അതുമായിട്ട് മാനദണ്ഡമായിട്ട് നമ്മൾ യോജിക്കണം. അപ്പം BJP ആയിട്ട് ഇവിടെ ഓൾമോസ്റ്റ് കോൺഗ്രസും LDFും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഫണ്ട് തരാനൊക്കെ മടിക്കും. പിന്നെ അതിൻ്റെ നിയമവശങ്ങൾ പാലിച്ചില്ല, ചിലവഴിച്ചില്ല, ഫണ്ട് കൊടുത്തിട്ട് അവർ ചിലവഴിച്ചില്ല, അതിൻ്റെ റിപ്പോർട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടും. കേരളം പോലെയുള്ള വരുമാനം ഇല്ലാത്തൊരു സ്റ്റേറ്റിൽ കേന്ദ്രം സഹായിക്കണം, പക്ഷേ കേന്ദ്രം സഹായിക്കത്തില്ല. അതിവിടെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ വാരിക്കോരി കൊടുക്കും. ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ അവർ ആ രാഷ്ട്രീയം അവിടെ ഈ ഭരിക്കുന്നവർ തളർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ തളർച്ചയുടെ അവർ വീക്ക്നെസ് കയറി പിടിക്കാൻ പറ്റും. അല്ല, അവർ പറഞ്ഞത് BJP ഇവിടെ കല്ലറയിൽ അധികാരത്തിൽ വരുവാണെങ്കിൽ കൂടുതൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുമെന്നാണ്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. BJP പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാലും സംസ്ഥാന ഗവൺമെൻറ്റാണ് ഫണ്ട് വരുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണെങ്കിലും ഡയറക്റ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് ഒരു BJP മെമ്പർ ജയിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ആ മെമ്പറിന് ഡയറക്റ്റ് ഫണ്ട് കൊടുക്കുമോ? അതൊന്നും കൊടുക്കുകയില്ല. അങ്ങനെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതൊക്കെ അവർ ഇലക്ഷൻ പ്രമാണിച്ച് പറയുന്നതാണ്. അത് ഫണ്ട് വരുവാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്തോട്ടാണ് വരുന്നത്. അവരാണ് വീതം പറ്റുന്നത്. ഇപ്പം ഹെൽത്ത് ഗ്രാൻഡ് ഫോർ എക്സാമ്പിൾ, ഇവിടെ ഹെൽത്ത് ഗ്രാൻഡിനെ പറ്റി ചിലർ പറയുന്നുണ്ട് ഇവിടെ അത്രയും വലിയ കെട്ടിടം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് നമ്മളല്ല, 57 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് തന്നതാണ്. പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് ഹെൽത്ത് ഗ്രാൻഡ് വെച്ച് ഒരു കെട്ടിടം പണിയണം. അത് പഞ്ചായത്തിന് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പണിതത്. പറവന്തുരത്തിലോ പെരുന്തുരത്തിലോ അല്ലെങ്കിൽ കല്ലറയുടെ വേറെ ഭാഗങ്ങളിൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പണിയുള്ളായിരുന്നു. ഇപ്പം നിലവിലെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ കല്ലറ മാറുമെന്ന് പ്രതീക്ഷിക്കാം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ? അല്ല, തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചുകൊണ്ട് മാത്രം കല്ലറ മാറുമെന്ന് ഞാൻ പറഞ്ഞില്ല. കൂട്ടായ ശ്രമം വേണം. രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ജാതിക്ക് അതീതമായിട്ട് നമ്മൾ ചിന്തിക്കണം. കല്ലറയെപ്പറ്റി, കല്ലറ വികസനത്തെപ്പറ്റി കൂട്ടായ ചിന്ത വേണം. നമ്മൾ എന്തെങ്കിലും ഒരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ എതിർ പാർട്ടി അതിനെ എതിർക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വേറൊരാളൊരു കാര്യം പറയുമ്പം ആ പുള്ളിയുടെ എതിർ പാർട്ടി അതിനെ എതിർക്കുക. അങ്ങനെ എതിർത്തുകൊണ്ടിരുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇത് കൂടാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു കൂട്ടായിട്ട് പോയി. ഇപ്പം പഞ്ചായത്തിൽ ഇപ്പം ഇലക്ഷനിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം ഇല്ല. പിന്നെ നമ്മൾ കല്ലറയ്ക്ക് വേണ്ടി മൊത്തം നിൽക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ആൾക്കാർക്കും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. കോൺഗ്രസ്സിലായിരുന്നപ്പോഴും നോക്കാറില്ല, ഇപ്പോഴും നോക്കാറില്ല. ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. എൻ്റെ അടുത്ത് ആര് വരുന്നു അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം. എന്ന് പറഞ്ഞ പോലെ കല്ലറയുടെ പൂർണ്ണമായ ഒരു വികസനം വരണമെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങണം. ഇലക്ഷൻ കഴിയുമ്പോൾ, ഇപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ അവർ പലതും പറയും. അവർ BJPക്കാർ പറയും ഞങ്ങൾ ഡയറക്റ്റ് ഫണ്ട് മേടിച്ച് ഇപ്പോൾ നാളെ ഇതങ്ങ് ചെയ്തേക്കാന്നൊക്കെ പറയും. അതൊക്കെ ഇലക്ഷനുള്ള ഓരോ ബാക്കിങ്ങളാണ്. വേറെ ചില മെമ്പർമാർ പറയും ഞാൻ എൻ്റെ ആദ്യത്തെ ഇത്
ടൗൺ വികസനമാണ് വികസിപ്പിക്കുന്നത്. ചില ഒരു മെമ്പർ അവിടെ പറഞ്ഞു ഞാൻ അഴിമതി മുക്ത പഞ്ചായത്താകുന്നു. ഇവിടെ എവിടെയാണ് അഴിമതി ഇരിക്കുന്നത്? ചുമ്മാ അഴിമതി മുക്ത. ആ മെമ്പർ ഇവിടെ 5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പറാണ്. ആ മെമ്പറെ പറയുന്ന മുഴുവൻ അഴിമതി. ഞാൻ കേട്ടു, അഴിമതി മുക്തമാക്കുക. വേറെ ഒന്നും മെമ്പറിന് പറയാനില്ലേ? ആ വാർഡിന് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളത് പറ. അഴിമതി മുക്തമാക്കാനായിട്ട് ഒരു മെമ്പറിനെ കൊണ്ട് പറ്റുമോ? അത് അഴിമതി ആയിക്കഴിഞ്ഞാൽ അതിന് പിടിക്കാനായിട്ട് വിജിലൻസ് ഉണ്ട്, ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരാണ് എൽഡ് റെസ്പോൺസിബിലിറ്റി. ജനപ്രതിനിധികൾക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ജനപ്രതിനിധികളുടെ പങ്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കോൺട്രാക്ടർമാരെല്ലോ 3-4 ലക്ഷത്തിൻ്റെ വർക്ക് ചെയ്യുമ്പം അതിനകത്തൊരു നക്കാപ്പിച്ച ചില മെമ്പർമാർ 1000-2000 ഒക്കെ മേടിക്കാറുണ്ട്. അത് മേടിച്ചിട്ട് എന്നെ കാണിക്കാനാണ്? ആ ജോണി തോട്ടങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാണെങ്കിലും എനിക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. എൻ്റെ മക്കൾ 2 വിദേശത്താണ്. ഒരു കുഴപ്പമില്ല. സാമാന്യം ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകുന്നവരാണ്. എനിക്കിപ്പോൾ ഈ ഒരു കോൺട്രാക്ടറോട് ഇന്നേ ഒരു ചായ പോലും ഞാൻ മേടിച്ച് കൊടുത്തിട്ടില്ല. അല്ലെ കല്ലറ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും കോൺട്രാക്ട് പറയട്ടെ, ജോണി തോട്ടെങ്കിൽ അവരോട് ഇന്ന പൈസ ചോദിച്ചു അല്ലെ ഇന്നത് കൊടുത്തു എന്ന് പറയട്ടെ, ആ നിമിഷം ഞാൻ എല്ലാം തീർക്കും. അങ്ങനെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഇവർ പറയിപ്പിക്കട്ടെ. അതല്ലേ വേണ്ടേ? അല്ലേ ഞാനങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ അഴിമതി ഇല്ലാതാക്കുക. എന്നാ അഴിമതി എവിടെയുള്ളത്? ആ പുള്ളിക്കാരത്തി 5 വർഷം ഇവിടെ ഇരുന്നല്ലേ? പുള്ളിക്കാരത്തിക്ക് അറിയാൻ എന്നാ അഴിമതി, അത് തുറന്നു പറയട്ടെ. ഈ അഴിമതി അഴിമതി പറഞ്ഞു നടക്കുന്നല്ലാതെ ഇപ്പോൾ ജോബി ജോർജ് നിങ്ങളുടെ ഓണർ, പുള്ളിയെപ്പറ്റി എന്തെല്ലാം ആൾക്കാർ പറയുന്നുണ്ട്. അതിലൊന്നും നേരാണോ? പുള്ളിയുടെ കഠിന അധ്വാനം കൊണ്ടും പുള്ളിയുടെ കഴിവ് കൊണ്ടുമാണ് ഈ നിലയിലെത്തിയത്. പുള്ളി ഒരു പാവപ്പെട്ട വീട്ടിലെ ആളായിരുന്നു. പുള്ളി ഈ നിലയിലെത്തി. ഒരു പാവപ്പെട്ട വീട്ടിലൊരാൾ ഒരു നല്ല പൊസിഷനിലെത്തുമ്പം അസൂയക്കാർ ഒരുപാടുണ്ടാവും. കാശുള്ളവരുണ്ട് ഇവിടെ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ജോബി ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോബിയോടൊരു ഇത് വരുമല്ലോ. അപ്പോൾ ജോബിയെ പറ്റി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനും അനുഭവിക്കുന്നു. വേറെ കാര്യമൊന്നുമില്ല. എൻ്റെ അപ്പനൊരു ചുമട്ടുകാരനായിരുന്നു. ആ ചുമട്ടുകാരനാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ വളർത്തി വലുതായപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള മേലാളന്മാരും പണ്ട് സാമ്പത്തികമായിട്ട് ഉന്നതി നിന്നവർക്കൊന്നും സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അമ്മ ഒരു ഓട്ടോമാറ്റിക്കലി ഇതുണ്ടാവും. അതേ ഉള്ളൂ. അത് മാത്രമേ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. അത് എൻ്റെ സമുദായത്തിലായാലും മറ്റുള്ള ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കും. അവനിപ്പം വലിയ ആളായിട്ട് നടക്കുക, അവൻ പണ്ട് ആരായിരുന്നു, എൻ്റെ അപ്പൻ ആരായിരുന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ അതുപോലെ ദാരിദ്ര്യത്തിൽ കഴിയണമെന്നാണ് ഇവർ പറയുന്നത്. ഒരു തലമുറ മാറ്റമില്ലേ? ഇപ്പോൾ ഇവിടെയുള്ള സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന എല്ലാവരും ഈ നേഴ്സിംഗ് സംവിധാനം കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. പണ്ട് അവർക്ക് കൃഷിയിടങ്ങൾ കാണും, അതൊക്കെ കാണുമായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നേഴ്സിംഗ് സമുദായത്തിലൂടെ രക്ഷപ്പെട്ട ആൾക്കാരെ ഈ പറഞ്ഞ കൊണ്ട് ഈ വീറടിക്കുന്നത്. അല്ലെങ്കിൽ നേഴ്സിംഗ് പോയില്ലായിരുന്നു അവരും ഇത് അധോഗതിയായേനെ. ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. അതുകൊണ്ട് കല്ലറ പഞ്ചായത്തിൽ ഞാൻ 5 വർഷം ഇരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വഴിയത്തിൻ്റെ പുറമെ തന്നെയല്ല, ഞാൻ സബ് സെൻറ്റർ അവിടെ പണിതു. ഷോപ്പിംഗ് കോംപ്ലക്സ് PW റോഡിന് ചേർന്നൊരു പഴയ കെട്ടിടമായിരുന്നു. അത് പൊളിച്ചിപ്പം പണിത് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നേരത്തെ വന്നൊരു എടുത്തില്ല, ഇപ്പോൾ വാടകയ്ക്ക് എടുത്തു. പോലീസ് സ്റ്റേഷൻ കല്ലറയെ കൊണ്ടുവന്നു. മാഞ്ഞു പഞ്ചായത്തിൽ അനുവദിച്ച 4-5 വർഷമായിട്ട് അവിടെ സ്ഥലമില്ലാതെ കിടന്ന പോലീസ് സ്റ്റേഷൻ ഞാൻ ചന്തപ്പറമ്പ് സ്ഥലം വിട്ടുകൊടുത്തു. അതിനെല്ലാം പിന്നിൽ ഞാനും എൻ്റെ പഞ്ചായത്ത് മെമ്പർമാരുമാണ് ശ്രമിച്ചു. അവരുടെ സപ്പോർട്ട് വേണമല്ലോ. അവർ സപ്പോർട്ട് ചെയ്ത് ഞാൻ അതിന് വേണ്ടി പണിയെടുത്തു. പോലീസ് സ്റ്റേഷൻ വരും വന്നു. ഇനി അവിടെ ഹാപ്പിനെസ് പാർക്ക് പണിയുന്നു. ഈ NSS സ്കൂളിൻ്റെ അവിടെ ഒരു മിനി ഓഡിറ്റോറിയം പണിയാനുള്ള സാങ്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എതിരാളികളുണ്ടാവും, രാഷ്ട്രീയപരമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. അത് ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്തെങ്കിലും തെളിവുകൾ അവർ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കല്ലറ വികസനം, ടൗൺ വികസനം, അതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉടനെ ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ ഉടനെ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതിൻ്റെ അത് യാതൊരു അർത്ഥമില്ല. അതിൻ്റേതായ നിയമ നടപടികളുണ്ട്, നടപടിയെടുക്കണം. ഇതിനിടയ്ക്ക് ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേ മേടിക്കണം, അങ്ങനെയുള്ള ഉത്തരവാകണം. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ. ഒറ്റയടിക്ക് നാളെ ഇങ്ങനെ വികസിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. അതിയുമായി ഈ വാട്സപ്പിലൊക്കെ ആൾക്കാർ വിതരണം അടിക്കുന്നതാണ്. അങ്ങനെയൊന്നും വികസനം നടക്കുകയില്ല. അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെടണം. പല ഓഫീസുകൾ കയറി ഇറങ്ങണം, മന്ത്രിമാരെ കാണണം, ക്ഷമ വേണം. ഇതിനൊക്കെ ആരാ പോകാനുള്ളത്? ഭരിക്കുന്ന ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണെങ്കിൽ അവർക്ക് പോകാം. അല്ലെങ്കിൽ സാധാരണക്കാർ അതിന് വേണ്ടി മെനക്കെടുവോ? ആരും പോകത്തില്ല. ഈ വാട്സപ്പ് വഴിയുള്ള ഇതേ ഉള്ളൂ, വാചകടിയേ ഉള്ളൂ. ആരും ഒന്നിനും പോകത്തില്ല. വാട്സപ്പ് ആളാകാൻ വേണ്ടി അങ്ങനെ പറയും. ചിലർ പറഞ്ഞ് മുടക്കാലി പാലത്തിൽ നിന്നും പാലം പെടുന്നാൽ മതി പെരുന്തുരുത്തേക്ക് ഗതാഗതം തീരുന്നു. അതിൽ നടക്കുന്ന കാര്യമാണോ? മുടക്കാലി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? മുടക്കാലി പാലത്തിൻ്റെ അവിടെ നിന്ന് പെരുന്തുരുത്ത് കടവിലേക്ക് പാലം പെടുന്നാൽ മതി. നമ്മുടെ ഇതില്ലേ ഫ്ലൈ ഓവർ പാലം. അപ്പോൾ വികസനം എല്ലാം ശരിയായിരുന്നു. അതിൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അതൊക്കെയാണ് ഈ ആൾക്കാർ അടിച്ചു വിടുന്നത്. അതിലൊന്നും ഞാനൊന്നും നമുക്ക് വികസനം വേണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇപ്പോഴേ ശ്രമിച്ചെങ്കിലേ ഉള്ളൂ. നമ്മുടെ കാലത്ത് വന്നില്ലെങ്കിലും അടുത്ത തലമുറയ്ക്കെങ്കിലും അതിൻ്റെ പ്രയോജനം ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കാരണവന്മാർ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഈ കല്ലറ ഇതൊരു കൃഷിഭൂമിയായിരുന്നു. കല്ല് വെട്ടി ജീവിക്കുന്നവരവിടെ കൂടുതലും. അതിനാ കല്ലറയെന്ന് പേര് വന്നത്. ഇവിടെ സാധാരണക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കല. ആ സ്ഥലം ഇത്രയൊക്കെ ആയില്ലേ? അത് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടു, നമ്മൾ കഷ്ടപ്പെടുന്നു, ഇനി നമ്മുടെ മക്കളും കഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു നല്ലൊരു മേഖലയായിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനുവേണ്ടി എല്ലാവരും രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പരിശ്രമിക്കണം.
അല്ല ഒരുത്തനെ കുറ്റം പറയുന്നു, മറ്റവനെ കുറ്റം പറയുന്നു, അതൊന്നും ചെയ്താലൊന്നും നടക്കുകയില്ല. അതെനിക്ക് പറയാം.